നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായി കടന്നു വരുന്നത്. കുറച്ച് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ സെൻട്രൽ കേരളയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നാടൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാകാരന്മാർ അവർ ഇത്തരത്തിലുള്ള വാദ്യങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കടന്നു വന്നത്. നമുക്കറിയാം, ഒരുപാട് നാടൻ പാട്ടുകൾ, അതുപോലെ നാടൻ പാട്ട് സംഘങ്ങൾ ഇപ്പോൾ ഒരുപാട് നമുക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അവരൊക്കെ ഉപയോഗിച്ച് വരുന്ന വാദ്യങ്ങൾ പ്രകാരമാകുന്നു എന്നുള്ളത് നാം നമ്മുടെ പ്രോഗ്രാമിലൂടെയും അതുപോലെ അവർ പരിചയപ്പെടുത്തുന്ന ഇടങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പോൾ നാടൻ പാട്ടിൻ്റെ ശൈലിയും അതിൻ്റെ രീതിയും ഒക്കെ മാറി ഒരു പുത്തൻ രീതിശാസ്ത്രത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് പാട്ടുകളുടെ കടന്നുപോക്ക്. പാട്ടുകളും ഏറെ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു. ഇവിടെ നിന്നുകൊണ്ടാണ് നമുക്ക് പാട്ടുകളുടെ അറിവിനെ പറ്റിയും പാട്ടുകളെ പറ്റിയും അന്വേഷിക്കേണ്ടതും പാട്ടുകൾ എപ്രകാരമാണ് ഇവിടെ രൂപപ്പെട്ട് വന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ട് വേണം നമ്മുടെ ഈ പാട്ടുകളെ പ്രചരിപ്പിക്കുവാനും അവതരിപ്പിക്കുവാനും പുത്തൻ തലമുറയിലേക്ക് ഇതിനെ നമുക്ക് കൈമാറ്റം ചെയ്യുവാനൊക്കെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാടൻ പാട്ട് ഞാനുൾപ്പെടെ കാലത്തിന് ഒപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ രീതിക്കനുസരിച്ച് മാറുന്ന ഒരു സാഹചര്യമാണ് എനിക്കും കാണാൻ കഴിയുന്നത്. എന്ന് പറയുമ്പോൾ വേദികളെ നമുക്ക് കീഴടക്കുമ്പോൾ വേദികൾ നമുക്ക് നമ്മുടേതാക്കി മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടേതായി വഴങ്ങി കിട്ടണമെങ്കിൽ ചില പുത്തൻ രീതികൾ കൂടി അതിനകത്ത് സന്നിവേശിപ്പിച്ച് പോയെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ളൊരു അഭിപ്രായം പൊതുവിൽ ഇങ്ങനെ നിൽക്കുന്നു. അത് പുതിയ ഒരു കാലഘട്ടത്തിൻ്റെ അല്ല പുതിയൊരു അറിവിൻ്റേതായ അല്ല പുതിയൊരു ഏറ്റുവാങ്ങൽ അതിൻ്റേതായുള്ള ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഈ പാട്ടുകൾക്കകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇവിടെ ഏതാണ് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഏതിനെയാണ് നമ്മൾ മറച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഏതിനെയാണ് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്തതായി വരുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് നമ്മുടെ ഈ തനത് വാദ്യോപകരണങ്ങൾ എവിടെ നിൽക്കുന്നു, അതിൻ്റെ സ്ഥാനങ്ങൾ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ നിന്നുമൊക്കെ നമുക്ക് നമ്മുടെ പഴമക്കാർ നൂറ്റാണ്ടുകൾക്കപ്പുറം തന്നെ ഒരു ഇത്തരത്തിലൊരു സംസ്കാരം, പാട്ട് സംസ്കാരം, ഒരു കൊട്ട് സംസ്കാരം ഉണ്ടായി അവരിലൂടെ വന്നുവെങ്കിൽ അതിനെ നിലനിർത്തേണ്ടതായ ഒരു പൂർണ്ണ ഉത്തരവാദിത്വ ബോധം ഇന്നത്തെ തലമുറകൾക്കും ഇന്നത്തെ പാട്ടുകളെ ഏറ്റെടുക്കുന്നതും പാട്ടുകളെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതുമായ പ്രചാരകർക്ക് ഇതിൻ്റെ ആവശ്യകത. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ തനത് കൊട്ടുവാദ്യങ്ങളായ കരു, മരം, തുടി, പറ, അതുപോലെ തന്നെ അതിൻ്റെ ഇണക്കമായി ചേർന്ന് നിൽക്കുന്ന മണികൾ, ബെല്ലുകൾ, അതുപോലെ മഴമൂളികൾ, മുള വാദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് വാദ്യങ്ങൾ നമുക്കിവിടെ തനതായി നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറയുന്നു, ഇതിനെ കൂടിയല്ല, ഇതിനെ നിർബന്ധമായും നമ്മൾ നമ്മുടെ പുത്തൻ തലമുറയിലേക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പല വേദികളിലും, അത് ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പല വേദികളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത് കരു, മരം, തുടി, അതുപോലെ തന്നെ പറ, ഇങ്ങനെയുള്ള വാദ്യങ്ങളെ നമ്മൾ നമ്മുടെ ഈ വേദിക്ക് കോർണറിലേക്ക് മാറ്റി വെച്ചിട്ട്
പുതിയ വാദ്യങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങൾ, അതുപോലെ മറ്റിതരമാകുന്ന ജനങ്ങളെ കിടിലം കൊള്ളിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആസ്വാദനത്തിന് അപ്പുറത്തേക്ക് വാദ്യങ്ങളെ കൊണ്ട് നിലനിർത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഇന്നത്തെ വേദി, ഇന്നത്തെ സ്റ്റേജ് അല്ലെങ്കിൽ അവതരണ ഇടങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുക. ഇതൊരു കുറച്ചുനാൾ, എൻ്റെ ഒരു ഭയം, ഇത് കുറച്ചുനാൾ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അവതരണം ശൈലികൾ പൂർണ്ണമായും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ഇത് മാറ്റപ്പെടുമോ എന്നുള്ളതൊരു ഭയമുണ്ട്. അത് പൂർണ്ണമായും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല എന്നുള്ളത് ഇവിടെ നിലനിൽക്കേ. ഇവിടുത്തെ പാട്ടാശാന്മാരും ഗുരുനാഥന്മാരും ഒക്കെ നമുക്ക് പാടിപ്പകർന്നും കൊട്ടിപ്പകർന്നും ഒക്കെ തന്നതിൻ്റെ ഒരു ബാക്കിപത്രം ഇവിടെ നിലനിൽപ്പുണ്ട്. എനിക്ക് എൻ്റെ അറിവ് അനുസരിച്ച് എൻ്റെ നാട്ടിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മരം വായിക്കുന്ന അച്ചായൻ, മരവച്ചായൻ ചെല്ലപ്പൻ ചായൻ തോട്ടയ്ക്കാട്, അതുപോലെ അച്ചായൻ്റെ അനിയൻ കുട്ടപ്പൻ ചായൻ, അതുപോലെ അതിനോടൊപ്പം അവരെ ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നാടൻ പാട്ടുകൾക്കിടയിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഫോക്ലോർ അക്കാദമിയുടെ മുൻ ചെയർമാനും കൂടിയായ CJ കുട്ടപ്പൻ സാറ്, അവരൊക്കെ പിടിച്ച് ഇണങ്ങി ചേർന്ന് നിന്നുകൊണ്ട് നാടൻ പാട്ടിൻ്റെ ഒരു സംസ്കാരത്തെ ഇവിടെ വലിയ തോതിൽ തന്നെ ഇവിടെ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്ന് തുലവും നമുക്കറിയാം, ഒന്ന് തുച്ഛമായിട്ട് തന്നെയാണ് അതിനെ ഒന്ന് വലിപ്പപ്പെടുത്തി കാണിക്കുവാനും അതിനെ ഒന്ന് കൃത്യമായി ഒരു അവതരണ ശൈലിയിലൂടെ ഒന്ന് പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇന്ന് ഒരു പാട്ടുകാരും അല്ലെങ്കിൽ ഒരു സംഘക്കാരും അതിന് തയ്യാറായി വരുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെ ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൂടി എന്നെപ്പോലെ പലർക്കുമുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ മാറി ഒരു പുത്തൻ സാഹചര്യത്തിനകത്തേക്ക് ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ എങ്ങനെയാണ് അതിനെ ഇണക്കി ചേർക്കേണ്ടത് എന്നുകൂടി നമ്മൾ അന്വേഷിച്ച് അതിനെ പരിശീലിപ്പിച്ച് ഇതാണ് അതിൻ്റെ പൂർണ്ണമായും നിലകൊള്ളുന്ന അടിസ്ഥാനം എന്നുകൂടി പുത്തൻ തലമുറയെ പഠിപ്പിച്ച് വാർത്തെടുക്കൽ അതുകൂടി ഉണ്ടാകണം. അതിന് എൻ്റേതായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ അറിവുകളെയും ഞാൻ പങ്കുവയ്ക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്നിപ്പോൾ ഞാൻ അതിനൊപ്പം നിന്നുകൊണ്ട് തെക്കിൻ്റെ വാദ്യമായ ഇത് തെക്കും വടക്കും മരം ഉണ്ട്. വടക്കോട്ട് മാറുമ്പോഴത്തേനും മരത്തിൻ്റെ അതിൻ്റെ ശബ്ദവും അതിൻ്റെ വലിപ്പ വ്യത്യാസമൊക്കെ മാറ്റമുണ്ട്. ഇവിടെ വടക്കോട്ട് മാറുമ്പോഴത്തേനും നമ്മുടെ കോട്ടയം, അതുപോലെ ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ട, അങ്ങനെ കൊല്ലത്തിൻ്റെ ഒരു സൈഡ് വരെയും കൊല്ലത്തിൻ്റെ അടുക്കുന്ന ആ സൈഡ് വരെയൊക്കെ ഒരു സെൻട്രൽ കേരള ഇവിടെ ഫോക്കുകൾ വളരെ വ്യത്യസ്തമായി ഭരണിക്കാവ്, ശാസ്താംകോട്ട, അങ്ങനെ നമ്മുടെ നാടുകളിലൊക്കെയും ഇടനാടുകളിലൊക്കെ മിക്കവാറും ഒക്കെ പാടുന്നിടത്തൊക്കെ അതുപോലെ കുട്ടനാട്, ആലപ്പുഴ, എറണാകുളത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്ന വാദ്യങ്ങൾ, ഈ തെക്കിൻ്റെ വാദ്യം എന്ന് പറയുന്നത് കരുമരം, കുടി, അതുപോലെ തന്നെ കിണ, ഇങ്ങനെയുള്ള വാദ്യങ്ങളാണ് ആകുന്നത്. ഇതിനെയൊക്കെ നമുക്ക് പൂർണ്ണമായും മാറ്റിവെക്കുവാൻ ഒരിക്കലും സാധ്യമല്ല എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതിനെ നമുക്ക് നമ്മുടെ മാതാവ് കരുമരം എന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് പഠിതാക്കൾ അന്നുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിനെ ആ പഠനത്തിനകത്ത് നിന്ന് കടന്നു വന്ന അതിലൂടെ പാഠം പഠിച്ചു വന്നവർക്കെല്ലാം ഇതിനെ നമുക്ക് വളരെ ഏറെ വലിപ്പമായി അല്ലെങ്കിൽ വളരെയേറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നമുക്കിതിനെയൊക്കെ കാണുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്ന് പല വേദികളിലും നമുക്കിതിനെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകുന്നില്ലോ എന്ന് ഓർക്കുമ്പോൾ ഏറെ ദുഃഖവും അതിനകത്ത് ഉണ്ടാകുന്നു. പിന്നെ അതിനകത്ത് എടുത്തു പറയാൻ തക്കോണം നമ്മുടെ സ്കൂൾ, അതുപോലെ കോളേജ്, മറ്റിതരമാകുന്ന തലങ്ങളിൽ മത്സരം വരുമ്പോൾ തന്നെ മത്സരങ്ങളിൽ ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ അവിടെ കൂടുതലായി പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഏത് പാട്ടാണ് ആ പാട്ടിനെ എടുക്കുമ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള തനത് വാദ്യങ്ങൾ ചേർത്ത് അതിനെ ഇണക്കി ചേർത്താണ് ആ പാട്ടുകൾ നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുന്നത് കൊണ്ട്
ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ അവിടെ പരിചയപ്പെടുത്തുവാൻ കാണാൻ കഴിയുന്നുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. ഞാൻ അവതരിപ്പിക്കുന്നത് ഇത് തുടിയാണ്. ഇതിൻ്റെ വലിയ പല വലിപ്പത്തിലുള്ള തുടി ഉണ്ട്. അതിന് പല ടോണുകളാണ്. പല ശബ്ദത്തിലൂടെ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ട ശബ്ദം അതിൻ്റെ വലിപ്പ വ്യത്യാസം അനുസരിച്ച് ടോണുകൾ മാറി നമുക്ക് കേൾക്കുവാനും ഉപയോഗിക്കാനും കഴിയും. അങ്ങനെ ഒരു ഇച്ചിരി വലുതായിട്ടുള്ള ഒരു തുടിയാണ് ഇതിൻ്റെ ശബ്ദം. ഇച്ചിരി കൂടുതൽ ബേസ് ഗമകം കൂടുതലായി നിൽക്കുന്ന ഒരു കുറ്റിയാണ്. അത് ഇച്ചിരി വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഡെപ്തായിട്ട് നമുക്ക് കിട്ടുവാൻ കഴിയും. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് ഈ തുടിക്ക് പകരം ഇന്ന് നമ്മുടെ വേദികളിൽ കാണുന്നത് വെസ്റ്റേൺ ബേസ് ഗിറ്റാർ കൂടി ഉപയോഗിച്ചാണ്. അതിന് ഞാനൊരു കുറവായിട്ട് കാണുകയല്ല, അത് ആവശ്യമാണ്. എങ്കിൽ പോലും ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ അതേ ടോൺ തന്നെയാണ്, ഇതിൻ്റെ ടോൺ തന്നെ എടുത്താണ്, ഇതിൻ്റെ ടോണാണ് ഈ നമ്മുടെ ബേസ് ഗിറ്റാറിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇത് മൈക്കിനകത്തൂടെ നമുക്ക് കേൾക്കുമ്പോൾ അത് വായിച്ച് ചേർത്ത് ആ പാട്ടുമായി ചേർക്കുമ്പോൾ വളരെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശബ്ദം ആണ് ഇതിൻ്റെ പല ടോണുകളുണ്ട്. അപ്പം തുടി എന്ന് പറയുന്ന വാദ്യം നാടൻ പാട്ടുകളിൽ കൂടുതൽ കാണട്ടെ, കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത വരുന്ന ഞാനൊരു വാദ്യം എന്ന് പറഞ്ഞാൽ കരുവാണ്. കരു നമുക്കറിയാം, കൃത്യമായിട്ട് നമുക്കത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ടോൺ. കരു മരം കമ്പിനാണിത്, സ്റ്റിക്കിനാണ് അത് വായിക്കുന്നത്. ഇതും ഈ കരുവും മരവും ആണ് രണ്ടും കൂടെ ചേർത്ത് വായിക്കുന്നത്. നമുക്ക് നമ്മുടെ പഴമക്കാരൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഇത് വായിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നിലങ്ങൾ അല്ല, പുരയിടങ്ങൾ ഉഴുതുമറിക്കുവാൻ അത് കൃഷികൾക്കായിട്ട് കപ്പ നടുവാനും മറ്റു വിധമായിട്ട് കൃഷികൾക്കായിട്ട് കാളയും അതുപോലെ തന്നെ മറ്റ് പോത്തുകളെയൊക്കെ വെച്ച് കൂട്ടി ഉഴുതു മറിക്കുമ്പോൾ ഈ കരുമരം അവിടെ വെച്ച് ഇണക്കി ചേർത്ത് പൊട്ടി കൊട്ടാൾ ഇവർ രണ്ടുകൂടെ ചേർന്നൊന്ന് പാടിപ്പൊട്ടി അവിടെ ആ ഒരു കൃഷിയിടം ധന്യമാക്കുന്ന ഒരു സാഹചര്യം നമുക്കിതിനു മുമ്പ് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇന്ന് മറഞ്ഞു പോയി. ഇന്ന് കൃഷി ഉണ്ടാകുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഈ ഒരു വാദ്യം അവിടെ നിന്നും ഉപയോഗിച്ച് വന്ന് ഇന്ന് ആ പാട്ട് അന്ന് പാടിയിരുന്ന പാട്ടുകൾ ഇന്ന് വേദികളിലേക്ക് ഒരു കലയായി മാറി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൃഷിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ നമുക്ക് പൊട്ടിപ്പാടി നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. അപ്പം ചെലക്കഞ്ചാനെ പോലെയുള്ള മുതിർന്ന ഒട്ടാശാന്മാർ മരവിദ്വാൻ ഞാൻ മരിച്ചിട്ട് 3-4 വർഷമായി. എങ്കിലും അതിൻ്റെയൊക്കെ വർത്തമാനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പല വർത്തമാനത്തിലൂടെ നമുക്ക് പങ്കുവയ്ക്കാം. അടുത്തത് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മരം എന്ന് പറയുന്നത്. ഒരു മരം അതിതാണ്, അത് ബേസ് ടോണാണ് കൂടുതലായിട്ട് അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇത് ഇടവും വലവും കൈകൊണ്ട് അടിച്ച് നല്ല ശബ്ദത്തിൽ നല്ല ആക്കത്തിൽ തന്നെ കൊട്ടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കരുവും മരവും വായിക്കുമ്പോൾ തന്നെ നല്ല ഒരു ഇണക്കം അത് നമുക്ക് കാണുവാൻ കഴിയും. പാട്ടുകൾക്ക് അത് ചേർത്ത് വെച്ച് പാടുമ്പോൾ ആ പാട്ടുകൾക്കൊരു വലിയൊരു ജീവൻ, പാട്ടുകൾക്ക് നമ്മൾ പാടുന്നവർക്കും പാട്ടുകൾക്കും പാട്ടിൻ്റെ ഈണത്തിനുമൊക്കെ ഒരു ജീവൻ വെച്ച് ഒരു ഊർജം വെച്ച് മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഊർജത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകളെ നമ്മൾ പറഞ്ഞ് പാടി നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ
കൊടുക്കുന്നതെന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക. അങ്ങനെയുള്ള പാട്ടുകൾ, ഇങ്ങനെയുള്ള തനത് വാദ്യങ്ങൾ വായിച്ചുകൊണ്ടുള്ള പാട്ടുകൾക്കൊക്കെ കൂടുതൽ സ്ഥാനങ്ങൾ ഉണ്ടാകട്ടെ. പാട്ടുകളെ പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ തനതായിട്ടുള്ള കൊട്ടുവാദ്യങ്ങൾ കൂടി പകരുവാനുള്ള ഒരാഗ്രഹം എല്ലാ പാട്ട് കലാകാരന്മാർക്കും കൊട്ട് കലാകാരന്മാർക്കും ഉണ്ടായി വരട്ടെ. ഇപ്പോൾ ഒരുപാട് ഇതുപോലെ തനത് വാദ്യങ്ങൾ വായിക്കുന്ന ഒരുപാട് കൊട്ട് കലാകാരന്മാർ മറ്റിതരമാകുന്ന വാദ്യങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന അല്ല മാറിപ്പോകുന്നൊരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള തനത് വാദ്യങ്ങളുടെ ഒരു ഉപയോഗത്തിൻ്റെ ഒരു കുറവുകളാണ്, അല്ല ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അവർക്ക് അവരുടേതായിട്ടുള്ള ജോലി, അല്ലെ അവരുടേതായിട്ടുള്ള ജോലി ആ സ്ഥാനത്തു നിന്നും മാറി നിൽക്കുവാൻ മാറ്റപ്പെട്ടു പോകുമെന്നുള്ള ഒരു ധാരണയായിരിക്കാം പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറിപ്പോയി, അല്ല മാറുന്നു. അങ്ങനെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. അത് അങ്ങനെ മാറുന്നതിനൊപ്പം തന്നെ ഇതിനെയും നിറച്ച് കൊണ്ട് വേദികളിൽ ഇതിനെ നിറച്ച് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യകതയെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഇതായിരുന്നു അല്ല ഇതാണ് യാഥാർത്ഥ്യം, സത്യം എന്നുള്ള ആ ബോധം പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടുള്ള അവതരണങ്ങളായി മാറട്ടെ. ഇനിയുള്ള ഇനിയുള്ള കൊട്ടവതരണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നമുക്ക് ആശിക്കാം. അതുകൊണ്ട് പുതിയ പാട്ടിടങ്ങളിലേക്ക് സംസ്കാരത്തിലേക്ക് ഇത്തരത്തിലുള്ള വാദ്യങ്ങൾ കൂടി കൂടുതലായി കടന്നു വരട്ടെ. ഇതിന് ജീവൻ നിലനിർത്തട്ടെ. ഇതിൻ്റെ യാഥാർത്ഥ്യം അടുത്ത തലമുറയിലേക്ക്, ഇനി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുണ്ടായി വന്നെങ്കിൽ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കും ഇത് സഞ്ചരിച്ച് പോകണം. നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ഇനി വരുന്ന തലമുറകൾക്ക് ഇത് ഏറ്റെടുത്തുകൊണ്ട് നൂറ്റാണ്ടുകളോളം കാലാന്ത്യത്തോളം ഇതിൻ്റെ സത്യവും നീതിയും ഒക്കെ നിലകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട്, ഒപ്പം തന്നെ ഞാനൊരു മറ്റൊരു വാദ്യമാണ് മഴമൂളി എന്ന് പറയുന്നത്. ഇതൊക്കെ യഥാർത്ഥ മുളയിൽ ചെയ്ത് തീർക്കുന്നതാണ്. ഇതൊക്കെ നമുക്കറിയാം, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തനതായിട്ട് തന്നെ നമുക്ക് ആ മഴയെ നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ, മഴയുടെ ആ ശബ്ദത്തെ നമുക്കിവിടെ കൊണ്ടുവരാൻ ഇതൊക്കെ ഈ മുളയിൽ ഉണ്ടാക്കിയെടുത്ത് കൃത്യമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ഇതിനെ നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ കാണാതെ പോകുന്നത് വളരെ അബദ്ധമാണ്. ഇതിനെയെല്ലാം ജീവനായി തന്നെ നിലനിൽക്കുവാൻ വേണ്ടി ഇതൊക്കെ മണ്ണിടിഞ്ഞ് പോലെല്ലാം മരിച്ചു പോകുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറാതെ മണ്ണിടിഞ്ഞു പോയ ഒരു സംസ്കാരത്തെ നമ്മൾ വീണ്ടെടുത്തുവെങ്കിൽ അതിനെ നിലനിർത്തുവാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാ കലാകാരന്മാർക്കും ഉണ്ടാകണം. എല്ലാ കലാകാരന്മാരും ഇത് ഏറ്റെടുക്കുന്നത് അതിനെ നെഞ്ചിലേക്ക് ആവഹിച്ചു അതിനെ നിലനിർത്തി അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കൂടി ഉണ്ടാകട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരെയും ഞാൻ ഒരു തെറ്റായ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ സന്ദേശത്തിലൂടെ നിങ്ങളെ മോശമാകുന്ന ഒരു തരത്തിലേക്ക് ആകരുത്. അതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാം നമുക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ പഴയതിനെ കളയാതെ പഴയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. എന്നിട്ടുള്ള യാത്ര ഇങ്ങനായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. അടുത്ത വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടുത്ത പറച്ചിലൂടെ നമുക്ക് കടന്നു വരാം. വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.